ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഓറിയന്റേഷൻ സെഷനാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അതിന്റെ കാരണം എന്താണ്? കാരണം നോർമലി നമ്മൾ UPSC സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ മെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലർ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മാസം കുട്ടികൾ എന്ത് ചെയ്യും? ഈ പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതൊരു നോർമൽ പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ഒത്തിരി സമയം അതിനകത്ത് കളയാൻ പറ്റില്ല. കാരണം എന്താ? ഇതിന്റെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വാസ്റ്റ് സിലബസ് ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഞാൻ സിലബസ് കവർ ചെയ്യും കേട്ടോ, കാണിച്ചു തരും. നമുക്ക് പ്രിലിംസ് എഴുതണം, മെയിൻസ് എഴുതണം, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രിലിംസിനും മെയിൻസിൽ തന്നെ GS സബ്ജക്റ്റുകൾ വരും, ഓപ്ഷണൽ വരും, പിന്നെ CSAT വരും. ഇതെല്ലാം പഠിച്ചെടുക്കാനുള്ള സമയം നമുക്ക് വേണം. അപ്പോൾ സാധാരണ കുട്ടികൾ ഒരു 2-3 മാസം എന്ത് ചെയ്യും? ചിന്തയിൽ കളയും. അത് ഇത് ചെയ്യണോ, ഇതാണോ ശരി, ഇതാണോ തെറ്റെന്ന് ചിന്തിച്ച് കളയും. അപ്പോൾ ആ സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ, ഒരു കോമൺ ഓറിയന്റേഷൻ മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഹൗ ടു സ്റ്റഡി കറണ്ട് അഫയേഴ്സ്, അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് സെഷൻ ഉണ്ടാവും. അതുപോലെ ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ, ഹൗ ടു മേക്ക് നോട്ട്സ്. അപ്പം അങ്ങനെ എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് സെഷൻസ് കീപ്പ് ചെയ്യും. അപ്പം എന്താ ഗുണം? നിങ്ങൾക്ക് ആ കാര്യത്തിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പം അതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് തരാനാണ് നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ബിൽഡിങ് പണിയണമെങ്കിൽ വി നീഡ് എ ഫൗണ്ടേഷൻ. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ ഇന്ന് ലേ ചെയ്യാൻ നോക്കുന്നത്. അതായത് ബേസിക്സ് എല്ലാം നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു സെഷൻ ഒരിക്കലും ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട. സാർ എന്നോട് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു, അതും വേണ്ട. ഒരു വളരെ നാച്ചുറലായി. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെഷന് മുമ്പ് ഞാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ചോദ്യം ചോദിക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാരണമില്ല. കാരണം ഇവിടെ നിങ്ങളാണ് സ്റ്റുഡൻസ്. അപ്പം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ അധികാരമാണ് എന്ത്? ഒരു ടീച്ചറിനോട് ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അപ്പോൾ ഒരു ടീച്ചറിനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കാരണം ചില കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കില്ല. ബാക്കി കുട്ടികൾ ചോദ്യം ചോദിച്ചാൽ ടീച്ചറിന്റെ എക്സ്പെർട്ടൈസിനെ മാക്സിമം യൂസ് ചെയ്യും. ഓക്കെ, അവസാനം ആ കുട്ടിക്ക് ബെനിഫിറ്റും കിട്ടും. ചിലർ അത് നിങ്ങളോട് പറയില്ല, ചിലർ ഇവിടെ ചോദിക്കില്ലായിരിക്കും, അത് കഴിയുമ്പോൾ ചിലപ്പോൾ കോൾ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ വന്ന് മീറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ എപ്പോഴും ഹാവ് ദാറ്റ് ക്യൂരിയോസിറ്റി. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സെഷൻസ് ഇന്ററാക്റ്റീവ് ആയിരിക്കും, ഒരു വൺ സൈഡഡ് ആയിട്ട് നമ്മൾ പോകില്ല. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ സിവിൽ സർവീസ് തിരഞ്ഞെടുത്തത്? വാട്ട് ഇസ് ദ റീസൺ? കെൻ യു പീപ്പിൾ ടെൽ മീ? എന്താണ് ആഗ്രഹം? എന്തുകൊണ്ടാണിത് ഈ സിവിൽ സർവീസിന്റെ പുറകിലേക്ക് പോയത്? വാട്ട് ഇസ് ദ റീസൺ? വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ. വൈ? വാട്ട് ഇസ് ദ റീസൺ? സ്റ്റക്ക് ആവണ്ട, പറഞ്ഞു. ഓക്കെ, IPS എടുക്കണം, യൂണിഫോം പോസ്റ്റിൽ പോകണം, അതാണ് അംബിഷൻ. ഓക്കെ, അതായത് യു വാണ്ട് എ റെസ്പെക്റ്റബിൾ ജോബ്. ഒരാൾക്ക് പോലീസ് യൂണിഫോം ഇട്ട് യൂണിഫോം സർവീസിലാവാനാണ് ഇഷ്ടം. ഒരാൾക്കാണെങ്കിൽ യു നീഡ് എ റെസ്പെക്റ്റബിൾ ജോബ്. IAS ആവണം. IAS ആയിട്ട് എന്താണ് ആഗ്രഹം? IAS എന്ന് വെച്ചാൽ ഒരു പദവിയാണ്. IAS ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ ആഗ്രഹം? അതായത് അതിനകത്തൊരു ചലഞ്ച് ഒക്കെ വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊണോട്ടോണസ് ജോബ് അല്ല. ഓക്കെ, നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടികൾക്കും ഈ സിവിൽ സർവീസിന് ഓരോരോ താല്പര്യങ്ങളായിരിക്കും. അപ്പൊ ജനറലി നമ്മൾ പറയുന്നത് എന്താ? ഇതൊരു പ്രസ്റ്റീജിയസ് ജോബ്. കാരണം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ജനറലി നമ്മൾ പബ്ലിക് ഇരിക്കുകയാണെങ്കിലും ഒരു IAS കാരൻ അല്ലെങ്കിൽ IPS കാരൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് നോക്കിയാലും ട്രിവാൻഡ്രത്ത് ഒത്തിരി അധികം പൊളിറ്റിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഡിസ്ട്രിക്ട് ഭരിക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിന് ഒറ്റ കളക്ടർ. IAS IPS കാർ കുറേ പേരുണ്ട്. പക്ഷേ വേറെ ഏത് ജോലി ചെയ്യുന്നതിനെക്കാട്ടിയും പ്രസ്റ്റീജ് നിങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടും. ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയുടെ VP ആണെന്ന് വെച്ചാൽ, വൈസ് പ്രസിഡന്റ്, എനിക്ക് ചിലപ്പോൾ ഒരു IAS കാരനെക്കാട്ടി 10 ഇരട്ടി 20 ഇരട്ടി ശമ്പളം കാണും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ റെക്കഗ്നൈസ് മീ. അപ്പൊ നിങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ CEO ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയും. അല്ലാത്ത കേസിൽ പീപ്പിൾ വോണ്ട് റെക്കഗ്നൈസ് യു. പക്ഷെ ഒരു സിവിൽ സർവീസുകാരനെ ഓൾവേസ് പീപ്പിൾ റെക്കഗ്നൈസ്. ഓക്കെ, അപ്പൊ ഒന്നാമത് ഒരു പ്രസ്റ്റീജിയസ് ക്യാരക്ടർ, ഒരു കരിയറാണ്. ഓക്കെ, രണ്ടാമത്തത് ഇതിനകത്ത് വളരെ വലിയൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക്കിനെ സെർവ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഓഫ് സ്റ്റാർട്ട് ഇവിടെ കിട്ടും. ഓക്കെ, കാരണം സർവീസ് ഇതിനകത്തുണ്ട്. കാരണം നമുക്ക് എന്താ, സിവിൽ സർവീസസ് അല്ലേ. അപ്പൊ നമ്മൾ ആരെ സെർവ് ചെയ്യേണ്ടത്? സൊസൈറ്റിയെ സെർവ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇത് ഞാൻ തുറന്ന് ഓപ്പൺ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും സർവീസ് ഓറിയന്റഡ് അല്ല വരുന്നത്. അപ്പൊ ഞാൻ വളരെ റിയലിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് നമുക്ക് എന്താ, അധികാരത്തോടെ എല്ലാ മനുഷ്യർക്കും താല്പര്യമുണ്ട്. പവർ, പ്രസ്റ്റീജ്.
അങ്ങനെ നിങ്ങൾ പഠിച്ച് ഈ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ ബി ആൻ എത്തിക്കൽ സിവിൽ സർവൻറ്റ്. എത്തിക്കൽ ആയിട്ടുള്ളൊരു സിവിൽ സർവൻറ്റ് ആവുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതിന് ഡൗട്ടൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പർ സിവിൽ സർവീസ് കൊണ്ടുവരാൻ കാരണം എന്താ? അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒത്തിരി പരിപാടികൾ ഈ സിവിൽ സർവൻസ് ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പർ നമ്മൾ കൊണ്ടുവരുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഏറ്റവും നല്ലോണം പേപ്പർ എഴുതി കറക്റ്റ് ചെയ്യുന്ന ആളെ പറ്റിക്കാന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എത്തിക്സിന്റെ ആൻസർ എങ്ങനെ ഫ്രെയിം ചെയ്യണം, ഒരു ഇന്റർവ്യൂ ബോർഡിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ ക്യാരക്ടറിനെ അവിടെ പ്രൊട്ടർ ചെയ്യാൻ പറ്റും. അപ്പൊ വിദഗ്ധമായിട്ട് ഇന്റർവ്യൂ ബോർഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു എത്തിക്കൽ ആയിട്ടുള്ള സിവിൽ സർവന്റ് ആവാൻ തന്നെ നോക്കണം. കാരണം കറപ്റ്റഡ് ആവാൻ വളരെ എളുപ്പമാണ്. എത്തിക്കലായിട്ട് സമൂഹത്തിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന സിവിൽ സർവന്റ് ആകുക എന്നുള്ളത് ഇറ്റ് ഇസ് ദ ഡിഫിക്കൽട്ട് തിങ്. അതാണ് ചലഞ്ച്. അതാണ് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഓക്കെ, ബ്രൈബ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പേഴ്സണൽ ഗ്രോത്ത് നോക്കാൻ ഇറ്റ് ഇസ് വെരി ഈസി. പക്ഷെ എത്തിക്കലായിട്ട് നിൽക്കുമ്പോൾ ആ ചാലഞ്ചസ് ഉണ്ട്. നമുക്ക് ഫ്യൂച്ചർ നേഷനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വലിയൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പവർ ആഗ്രഹിച്ച് അതിനെ ഒരു ബൂസ്റ്റ് ആക്കി നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാമെങ്കിൽ ഓക്കെ. കാരണം നിങ്ങൾ ഗൂഗിളിൽ ഇത് ഉണ്ടോന്ന് അറിയില്ല, തമിഴ്നാട്ടിൽ ഒരാൾക്ക് സിംഗം മൂവി കണ്ട് വളരെയധികം പെട്ടെന്ന് IPS ആവണം. പുള്ളി ആ മോട്ടിവേഷൻ വെച്ചാൽ പഠിച്ചത്, പക്ഷെ കിട്ടി. ഫൈനലി നിങ്ങൾ എന്ത് ആഗ്രഹം വെച്ച് പഠിക്കുന്നു ആ ആഗ്രഹത്തിന് ഊർജ്ജം കൂടിയാൽ മതി. നിങ്ങൾ ആ പാഷൻ വെച്ച് പഠിക്കും. ഒരാൾക്ക് പ്രസ്റ്റീജ് കിട്ടണം, ഞാൻ ഇത്ര നാൾ നടന്നതല്ല, ഇനി ആൾക്കാരെന്നെ കാണുമ്പോഴത്തേക്ക് ദേ ഷുഡ് ഫീൽ ഐ ആം എ ചേഞ്ച് പേഴ്സൺ. വേറെ ഒരാൾക്ക് ഇപ്പൊ എനിക്ക് യൂണിഫോം സർവീസ് ഇട്ട് ആ ഒരു കാര്യത്തിൽ ആ ഒരു റോള് പ്ലേ ചെയ്യണം. വേറെ ഒരാൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ചലഞ്ചിങ് കരിയർ എനിക്ക് വേണം, എനിക്ക് ഒരു സാധാ ജോബ് പറ്റില്ല. നിങ്ങൾക്ക് എന്ത് മോട്ടിവേഷനാണ് ഉള്ളത് അതിനെ മാക്സിമം പവറപ്പ് ചെയ്തിട്ട് ക്രാക്ക് ചെയ്യുക. മോട്ടിവേഷൻ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഒരു ഇന്റൻസിറ്റിയാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇനി ഓബ്വിയസ്ലി ഇതൊരു ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് ഇതിനെന്തുണ്ടാവും? ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ സാധാ ഗവൺമെന്റ് സർവൻസിന്റെ കൂട്ടുള്ള സെക്യൂരിറ്റി അല്ല നിങ്ങൾക്ക്. ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഓഫീസിലുള്ള മന്ത്രിയാണെങ്കിലും ആർക്കാണെങ്കിലും നിങ്ങളെ ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റില്ല അത്ര എളുപ്പത്തിൽ. നിങ്ങൾക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലുണ്ട്. അവിടെ പോയി അവരുടെ പെർമിഷനൊക്കെ എടുത്ത് പയ്യെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർവീസിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒത്തിരി പ്രശ്നങ്ങൾ വന്ന സിവിൽ സർവൻസ് പോലും ദേ ആർ ഇൻ സർവീസ്. നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു റിമൂവ് എ സിവിൽ സർവൻറ്റ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ പൗരനായ ഒരാളെ ഡീപ്പോർട്ട് ചെയ്യാൻ പാടാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെയാണ് ഇത്. ഓക്കെ, പിന്നെ ഡിവേഴ്സ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ സിവിൽ സർവീസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്താ? IAS അല്ലെങ്കിൽ IPS. ഇതാണ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. വേറെ ഏത് സർവീസാ? IFS. IFS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്. പിന്നെ വേറൊരു IFOS എന്ന സാധനമുണ്ട്. അതിന് നമ്മുടെയും പ്രിലിംസ് ഒന്നാണ്, മെയിൻസ് വേറെയാ. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്. ഇന്ത്യയിൽ എത്ര ഓൾ ഇന്ത്യ സർവീസാ ഉള്ളത്? 3 എണ്ണം. ഏതൊക്കെയാ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IPS, പിന്നെ ഉള്ളത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കേട്ടോ. IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. അത് ഓൾ ഇന്ത്യ സർവീസ് അല്ല. നിങ്ങൾ ഇന്ത്യയിലല്ലല്ലോ, യു ആർ ഗോയിങ് ഔട്ട് സൈഡ്. ഓക്കെ, ക്ലിയർ. അപ്പം ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റി. പിന്നെ നിങ്ങൾ IPS ആവുമ്പോൾ ശ്രദ്ധിക്കണം, IPS ആയാൽ എപ്പോഴും പോലീസ് ജോബ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളെ ചിലപ്പോൾ ഒരു ബോർഡിന്റെ ചെയർമാൻ ആക്കിയിടാം. ഓക്കെ, അതൊരു പണിഷ്മെന്റ് ആയിട്ട് എടുക്കരുത്. മിക്കവാറും IPS എടുക്കുന്നവരെല്ലാം പോലീസ് ഡ്യൂട്ടിയിലാണ്. ബട്ട് നിങ്ങളെ ഡിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാം. പിന്നെ സിവിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, IAS IPS IFS മാത്രമല്ല. വേറെ ഏതൊക്കെ സർവീസ് അറിയാം? ഇന്ത്യൻ റവന്യൂ സർവീസ്, അത് തന്നെ 2 സ്ട്രീമുകളുണ്ട്. പിന്നെ ഇന്ത്യൻ അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് സർവീസ് ഉണ്ട്, IAAS. പിന്നെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ഉണ്ട്. ഞാൻ എൻ്റർ ചെയ്തൊരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ആയിട്ട്. ഈ സർവീസ് ഒന്നും മോശമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിലാണ്. ഓക്കെ, ഈ ചെറിയ സർവീസുകളിൽ കയറുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കയറുന്ന വലിയൊരു പോസ്റ്റിൽ തന്നെ, പക്ഷെ അത്ര വിസിബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഫിയർ ഒതുങ്ങേണ്ടി വരും. ഒരു കളക്ടറിന് പല സ്ഫിയർ ഇടപെടാം. ഓക്കെ, ഇവിടെ ഒരു ക്ലൈമാറ്റിക് പ്രോബ്ലം വന്നു അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നാലും നിങ്ങൾ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഹെഡാണ് ഇവിടെ. അപ്പം അഡ്മിനിസ്ട്രേഷനകത്ത് വളരെയധികം, അതിനകത്ത് ലോ ആൻഡ് ഓർഡറും കുറച്ച് വരുന്നുണ്ട്, പബ്ലിക് ഗവർണൻസും വരുന്നുണ്ട്, എൻവയോൺമെന്റും വരുന്നുണ്ട്. കളക്ടർ ആണെങ്കിൽ യു ഹാവ് ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ്. പോലീസ് സർവീസ് ഒരു നീഷ് ആയിട്ടുള്ള സർവീസ് ആണ്, ലോ ആൻഡ് ഓർഡർ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ സിവിൽ സർവീസ് അത്രയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാവുന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പരീക്ഷയുടെ നമ്പേഴ്സിനെ പറ്റി ധാരണയുണ്ടോ? എത്ര പേര് ഈ പരീക്ഷ എഴുതും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യും എന്നുള്ളത്? ഇത് 11 ലക്ഷം എന്നുള്ളത് ഒരു റൗണ്ട് ഫിഗറാണ്. ചിലപ്പോൾ ഇത് 14 ലക്ഷം ആവാം, 15 ലക്ഷം ഒക്കെ ആവാം. ഓക്കെ, ഇത് പേടിപ്പിക്കുന്ന ഫിഗേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ ഇത് നോക്കണ്ട, ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. 14 തൊട്ട് 15 ലക്ഷം. പക്ഷെ ഇവരെല്ലാം എഴുതുമോ? എഴുതില്ല. എഴുതുന്നത് ചിലപ്പോൾ 5-6 ലക്ഷം ആയിരിക്കും കേട്ടോ. 14 തൊട്ട് 15 ലക്ഷം. അപ്പൊ നിങ്ങളുടെ വലിയൊരു
ഒരു കോമ്പറ്റീഷൻ അവിടെ തന്നെ പോയി. ഓക്കെ, അവിടെ എൻഡ് ചെയ്യും. പിന്നെ എന്താ നടക്കുന്നത്? പിന്നെ നിങ്ങൾ പ്രിലിംസ് എഴുതും. പ്രിലിംസ് എഴുതുന്നവരാണെങ്കിൽ 5 തൊട്ട് 6 ലക്ഷം വരെ. പിന്നെ എത്ര പേര് അതിനകത്ത് നിന്ന് ക്വാളിഫൈ ആവും? ഒരു 2000 എത്തി. നമ്മൾ മെയിൻസ് ഒരു 13,000 തൊട്ട് 15,000 പേര് എഴുതും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ മെയിൻസ് പാസ്സായാൽ പിന്നെ ഒരു 2,900-3,000 പേര് മാക്സിമം ലിമിറ്റാണ് കേട്ടോ. അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഇതിനകത്തുനിന്ന് ക്വാളിഫൈ ആയ എത്ര പേര് വരും? ഒരു 790 തൊട്ട് 1,100 ഓരോ വർഷത്തെ വേക്കൻസി അനുസരിച്ച്. ഓക്കെ, അപ്പൊ ഇതാണ് എവിടെ തുടങ്ങിയ 15 ലക്ഷത്തിൽ തുടങ്ങി 1000-ലെത്തി. അപ്പൊ ഉടനെ തന്നെ കുട്ടികൾ, പകുതി പിള്ളേർ ചിലർ എന്ത് ചെയ്യും? ഓ, നടക്കില്ല എന്നുള്ളൊരു ചിന്താഗതി മനസ്സിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും അത് കൊണ്ടുവരരുത്. കാരണം ഈ 1000-ൽ ഒരു സീറ്റ് പോരെ നമുക്ക്, ബാക്കി 999 അവരെടുത്തോട്ടെ. നമുക്ക് ഈ ഒറ്റ സീറ്റ് മതി, അത് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. ബാക്കി സീറ്റുകൾ കിട്ടാനുള്ളവർക്ക് കിട്ടിക്കോളും. പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പറയുന്ന, ഇവിടെ ഇപ്പൊ വിവേകാനന്ദയിൽ ഇപ്പൊ നിങ്ങൾ 3 പേരുണ്ട്, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 400 പേരുണ്ട്, ചിലടത്ത് 1000 പേരുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. വാജിറാം രവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡൽഹി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു ക്ലാസ്സിൽ 700-800 പേരുണ്ട്. പക്ഷെ അവിടുന്നും എല്ലാവരും പാസ്സാവുന്നില്ല. അവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിവിൽ സർവീസ് കോച്ചിങ്ങിൽ വരുന്ന കുട്ടികളിലും ഒരു വലിയ ശതമാനവും സീരിയസ് അല്ല. ഇവിടെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് സീരിയസ് ആസ്പിറൻസിനോടെ മാത്രമാണ്. അതിന്റെ എണ്ണം വളരെ കുറവുമാണ്. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഈ 4 ലക്ഷം പേര് എഴുതുന്നില്ലേ, അവരിലെല്ലാവരും സീരിയസ് അല്ല. ഇതിനകത്തൊരു പകുതിയോ ഒരു 20-25% സീരിയസ് ആസ്പിറൻസ് ഉള്ളൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളെ കാണേണ്ടത് ആ സീരിയസ് ആസ്പിറൻസിന്റെ ഇടയിലാണ്, നോട്ട് എമംഗ് ദ അൺസീരിയസ് വൺസ്. ഓക്കെ, ഇപ്പൊ ഡൽഹിയിലൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും IPS-കാരൻ്റെ IAS-കാരൻ്റെ മക്കളുണ്ടെങ്കിൽ അവരെ അവിടെ കൊണ്ടുവിടും വെറുതെ. അവർക്ക് അതായിരിക്കില്ല ഇൻട്രസ്റ്റ്. അവർ 2 വർഷം അടിച്ചു പൊളിച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകും. അപ്പൊ നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ എപ്പോഴും ആ സീരിയസ് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തായിരിക്കണം. അപ്പൊ ആ 0.1-ൽ നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്ക് ഒറ്റ സീറ്റ് പോരെ, എല്ലാ സീറ്റും നിങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. നിങ്ങളെ ആരും പേടിപ്പിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അതായത് പാടാണെന്ന് നിനക്ക് പറ്റില്ല, അവോയ്ഡ് സച്ച് നെഗറ്റിവിറ്റി. പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിൽ പോയാൽ മതി. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പയ്യെ സിവിൽ സർവീസിന്റെ സ്റ്റേജസിലേക്ക് പോവാം. സ്റ്റേജ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതൊക്കെയാ? പ്രിലിംസ്, മെയിൻസ്. ഇവിടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്നുള്ള പദം കറക്റ്റ് അല്ല. ഓക്കെ, ആക്ച്വലി എന്താണ് കറക്റ്റ്? ഇറ്റ് ഈസ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മൾ ജനറലി എന്താ പറയുന്നത്? ഇന്റർവ്യൂ എന്നാ. പക്ഷെ കറക്റ്റ് പ്രയോഗം എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമ്പോഴും നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചെറിയ മാറ്റം വരും. അത് പരീക്ഷ എഴുതുമ്പോഴും നമ്മൾ എഴുതുന്ന ഓരോ വാക്കുകൾക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാർക്കും അതുപോലെ കൂടും. ഓക്കെ, ഇനി ഇതിന്റെ സൈക്കിൾ ഉണ്ടല്ലോ, എക്സാം സൈക്കിൾ എത്ര വർഷം? ഒരു 1.5 വർഷം മിനിമം നിങ്ങൾ പിടിക്കണം. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇത് 3 മാസം കൊണ്ട് പഠിച്ചിട്ട് പോയി എഴുതി അങ്ങ് ക്രാക്ക് ചെയ്യുന്ന ഒരു പരീക്ഷയല്ല. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴും നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അറിയാം. പരീക്ഷയുടെ കുറച്ച് ദിവസം മുമ്പ് എല്ലാം കൂടെ ഓടിച്ച് അരച്ച് കലക്കി ഒരു ശ്രമം നടത്തും. അത് പറ്റില്ല ഇതിനകത്ത്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പൊ ഇതൊരു ഫെബ്രുവരി ആകുമ്പോൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പണ്ട് കാലത്ത് ജൂണിലൊക്കെ ആയിരുന്നു പ്രിലിമിനറി നടക്കുന്നത്. ഇപ്പൊ അത് മെയ്യിലേക്ക് ആയിട്ടുണ്ട്. മാറാം, മെയ് ജൂൺ, മെയ് എൻഡിലേക്ക് ആയിരിക്കും മിക്കവാറും വരുന്നത്. പിന്നെ ഇതിന്റെ റിസൾട്ട് വരും. ഇതിന്റെ റിസൾട്ടും ഇപ്പൊ പെട്ടെന്ന് വരും. ഓക്കെ, മെയ് കഴിഞ്ഞ് ചിലപ്പോൾ ജൂണിൽ തന്നെ 2 ആഴ്ച കൊണ്ടൊക്കെ ഇപ്പൊ റിസൾട്ട് വരുന്നതായി. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇത്തിരിയുടെ സമയം എടുക്കും. പിന്നെ നിങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് മെയിൻസ് എഴുതും. പിന്നെ ഇന്റർവ്യൂ വരും ജനുവരി, മാർച്ച്, പിന്നെ ഏപ്രിൽ, മെയ് ആകുമ്പോൾ റിസൾട്ട് വരും. ദിസ് ഇസ് ദ 1.5 ഇയർ സൈക്കിൾ ഓഫ് യുവർ സിവിൽ സർവീസ്. അപ്പൊ ഇതൊരു ചെറിയ എക്സാം അല്ല. ചെറിയ എക്സാം ഇൻ ദ സെൻസ് നിങ്ങളുടെ 1.5 വർഷം ഇതിന് ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ, ഈ സമയം നല്ലതാണ്. നേരത്തെ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ശരിക്കും ജാനുവരി തുടങ്ങുന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് സിവിൽ സർവീസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്ന സമയം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ പീരീഡാണ്. മെയ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എത്രയും നേരത്തെ തുടങ്ങിയാൽ നിങ്ങൾക്ക് അത്രത്തോളം അഡ്വാൻറ്റേജസ് ആണ്. ഇനിയും പ്രിലിംസിന്റെ പാറ്റേൺ ആണ്. പ്രിലിംസിന്റെ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? പേപ്പർ സ്ട്രക്ചർ നോക്കിയാൽ 2 പേപ്പറാണ് പ്രിലിംസ്. ഏതൊക്കെയാ? ജനറൽ സ്റ്റഡീസും CSAT-ഉം. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റോ മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, റിട്ടൺ അല്ല, ഇറ്റ് ഇസ് മൾട്ടിപ്പിൾ ചോയ്സ്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി പ്രിലിംസിന്റെ സിലബസ് സാർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ സിലബസിന് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് വരും. അപ്പൊ ഞാൻ ഇത് സിലബസ് മൊത്തം ഡീകോഡ് ചെയ്യാൻ നിന്നാൽ ഒരു 4 മണിക്കൂർ പോകും. ഇപ്പൊ നമ്മളൊരു ഓവർവ്യൂ കാണുള്ളൂ. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതിനകത്ത് എന്ത് വരും? ഏൻഷ്യന്റും മെഡീവലും മോഡേണും വരും. പിന്നെ കൾച്ചറൽ ഹെറിറ്റേജും വരും.
ഇനി നമുക്ക് ഇത് മാത്രമല്ല, മെയിൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സിലബസ് കണ്ടിട്ട് നിങ്ങൾ UPSC അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം കുറച്ച് വർഷം മുമ്പ് വേൾഡ് ഹിസ്റ്ററിന്ന് ചോദ്യം കയറി വന്നു, പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്ന് ചോദ്യം കയറി വന്നു. ഞാൻ പഠിക്കേണ്ട രീതി പറയുമ്പോൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ഇതാണ് പ്രിലിംസിന്റെ സിലബസ്. ഓക്കെ, പിന്നെ ജോഗ്രഫി വരും, ഫിസിക്കൽ ജോഗ്രഫി, അതായത് ഇപ്പൊ നിങ്ങളുടെ ജിയോമോർഫോളജി. ഓക്കെ, അതുപോലെ വേറെ എന്തൊക്കെയാണ് വരുന്നത്, അറ്റ്മോസ്ഫിയർ ഒക്കെ പഠിപ്പിക്കുന്ന ക്ലൈമറ്റോളജി വരും, പിന്നെ ഓഷ്യനോഗ്രഫി വരും. ഓക്കെ, ഇതൊക്കെയാണ് ഫിസിക്കൽ ജോഗ്രഫിയുടെ. എക്കണോമിക് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ റിസോഴ്സസും കാര്യങ്ങളും. ഓക്കെ, പിന്നെ സോഷ്യൽ ജോഗ്രഫി ഉണ്ട്, പിന്നെ വേൾഡ് ജോഗ്രഫി ഉണ്ട്, മാപ്പിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ പോളിറ്റി ആൻഡ് ഗവർണൻസ്. അതിനകത്ത് ഇത്ര ഉള്ളതെന്ന് നമ്മൾ വിചാരിക്കും. കാരണം എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്താണ്, എക്സ്പാൻഡഡ് ആണ്. പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എല്ലാം നിങ്ങൾ പഠിക്കും. ഇത്ര ഉള്ളതെന്ന് നിങ്ങൾ കാണണ്ട. കാരണം UPSCയുടെ സിലബസുകൾ എന്താണ്, വെറും ഒരു സ്കെൽറ്റൽ ഫ്രെയിംവർക്കാണ്. അതിന്റെ അകത്ത് വരുന്ന സാധനങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് അല്ല. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെ വരുമെന്നുള്ളത്. പിന്നെ എക്കണോമി വരും, ഇക്കണോമിക് കോൺസെപ്റ്റ്, പ്ലാനിങ്, ഡെവലപ്മെന്റ് ഇഷ്യൂസ്. കൂടുതലും ഇന്ത്യൻ എക്കണോമിയാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ സ്കൂളിലും കോളേജുകളിലും ഒക്കെ ചിലപ്പം നമ്മുടെ മാക്രോ എക്കണോമിക്സ്, മൈക്രോ, ഡിമാൻഡ്, സപ്ലൈ, ഈ സാധനങ്ങളൊക്കെ വളരെ കുറച്ച് ബേസിക് ആയിട്ട് മതി. പിന്നെ സിസാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ എക്സാമ്പിൾ കാണുന്ന പോലെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയി പറഞ്ഞാൽ മാത്സും ഇംഗ്ലീഷും. ഓക്കെ, അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് വരും, മാത്തമാറ്റിക്സ് വരും, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷും വരും. ഓക്കെ, ക്ലിയർ? ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്, നമുക്കൊന്ന് അറിയാൻ വേണ്ടി. മാർക്കിംഗ് സ്കീം നോക്കിക്കഴിഞ്ഞാൽ GS പേപ്പറും 200 മാർക്കിനാണ്, അതുപോലെ CSAT 200 മാർക്കിനാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, 100 ക്വസ്റ്റ്യൻ 200 മാർക്കാണ് GSന്. അതായത് ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വരും, 2 മാർക്ക്. ഇതും 200 മാർക്കിനാണെങ്കിലും CSATന് എത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 80 ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കിന്റെ ആയിരിക്കും, 2.5 മാർക്കായിരിക്കും. അത് മനസ്സിലാക്കണം. GSന് 2 മാർക്കിന്റെ വീതം 100 ക്വസ്റ്റ്യൻ. ഇവിടെ CSATന് 80 മാർക്കിന്റെ 80 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 2.5 മാർക്ക്. അപ്പൊ 200 സെയിം ആണ്. ഇനി 2 മണിക്കൂറാണ് രണ്ടിന്റെ ഡ്യൂറേഷൻ. ഒരു ദിവസം തന്നെ ആയിരിക്കും പരീക്ഷ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, 1/3, അതായത് 0.66 മാർക്സ് ഒരെണ്ണം തെറ്റിച്ചാൽ നിങ്ങൾക്ക് പോകും. ചുരുക്കം പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 2 മാർക്ക് പോകും. ഇതെവിടെ, ഈ GSന്. മറ്റേതിനും അങ്ങനെ തന്നെ. അത് 0.84 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ പോകും. ഓക്കെ, ക്ലിയർ? പക്ഷെ 3 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ അതുപോലെ മാർക്ക് നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ 400 മാർക്സ്. പക്ഷേ ഈ ടോട്ടൽ 400 എന്നുള്ള നിങ്ങൾ എടുക്കണ്ട, കാരണം അങ്ങനെയല്ല ഇതിന്റെ സിസ്റ്റം. GS ഓരോ വർഷത്തെയും കട്ട് ഓഫ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഓരോ വർഷത്തെ കട്ട് ഓഫ് ചേഞ്ച് ആയിരിക്കും. ചില വർഷം ഞാനൊക്കെ എഴുതിയ സമയത്ത് 100 പുറത്ത് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ 120കളിലേക്ക് എന്റെ മാർക്ക് പോയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഇപ്പം വരില്ല, 100നെ ടച്ച് ചെയ്ത് മാക്സിമം. ഓക്കെ, അപ്പൊ ഇത് ഓരോ വർഷം കട്ട് ഓഫ് അനുസരിച്ചാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് 33% മതി. അതായത് റഫ്ലി യു നീഡ് ടു സ്കോർ 33% ഓഫ് മാർക്ക്. അത് 66 മാർക്ക് മേടിച്ചാൽ 200 മേടിച്ചാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. അപ്പം ഫസ്റ്റ് പേപ്പറിൽ എങ്ങനെയാണ്, ഓരോ വർഷത്തിന് ടഫ്നെസ് അനുസരിച്ച് കട്ട് ഓഫ്. രണ്ടാമത്തത് 33%. പക്ഷേ ഈ 33% നിങ്ങൾ കാണുമ്പോൾ എളുപ്പമാണെന്ന് വിചാരിച്ചാൽ പെടും. കാരണം ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് ആർ വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പൊ 33% മേടിക്കില്ല. ഞങ്ങളുടെ സമയത്തൊക്കെ ഇറ്റ് ഇസ് റിലേറ്റീവ്ലി ഈസി. ബട്ട് ഇപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. മേടിക്കാം ഇഫ് യു സ്റ്റഡി. ഓക്കെ, ഒരു ബാലികേല മലയൊന്നും അല്ല അത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. പിന്നെ ഇത് രണ്ടും നിങ്ങളുടെ മെയിൻസിന്റെ മാർക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദിസ് ഇസ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാം. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെ അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നിങ്ങൾ എത്ര ബുദ്ധിമതി ആയാലും ഈ സ്റ്റേജ് കടക്കാതെ മെയിൻസ് എഴുതാൻ പറ്റില്ല. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളുണ്ട്, പ്രിലിംസ് ഒന്ന് കയറിയിരുന്നെങ്കിൽ അവര് ഇത് ക്രാക്ക് ചെയ്തേനെ. പ്രിലിംസ് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ചിലപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നും ആയില്ല, സെക്കൻഡിലായില്ല, തേർഡിലായില്ല, 4th അറ്റംപ്റ്റില് പ്രിലിംസ് ക്രാക്ക് ചെയ്തു, മെയിൻസും ക്രാക്ക് ചെയ്തു, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തു, ആദ്യത്തെ ടോപ്പ് 10ലും വന്നു, അല്ലെങ്കിൽ ആദ്യത്തെ 200 വന്നു. എന്താ കാരണം? ഇവർക്ക് ഈ പ്രിലിംസ് ഒന്ന് ക്രാക്ക് ചെയ്യില്ലായിരുന്നു അവരുടെ ഹേർഡിൽ. അവർക്ക് ആൻസർ എഴുതാൻ അറിയാം, ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പം പ്രിലിംസ് ഒരു ഹേർഡിലാണ്. പിന്നെ വേറെ ചിലരെ നിങ്ങൾക്ക് കാണാം എല്ലാ വർഷവും അവർ സുഖമായിട്ട് പ്രിലിംസ് കയറിപ്പോകും, മെയിൻസ് ക്രാക്ക് ചെയ്യുന്നില്ല. അപ്പൊ പല കുട്ടികൾ പല ടൈപ്പാണ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ആദ്യം നമ്മുടെ പ്രിലിമിനറിയിൽ ഈ 2 സംഭവങ്ങളാണ്. സിലബസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിലേക്ക് പോയാൽ മെയിൻസിൽ ടോട്ടൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 9 പേപ്പർ ഉണ്ട്. 9 പേപ്പർ. ഇതിനകത്തും ആദ്യത്തെ 2 പേപ്പറുകൾ ലാംഗ്വേജ് പേപ്പേഴ്സ് ആണ്. ഇതിന്റെ മാർക്ക് എഗെയിൻ നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ ആഡ് ചെയ്യപ്പെടില്ല.
ഇതും ക്വാളിഫൈങ് മാത്രമാണ്. 300 മാർക്കിന്റെ പേപ്പറാണ്. സിലബസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അതിനകത്ത് ഈ ഗ്രാമറും കോംപ്രഹെൻഷനും അങ്ങനെയുള്ള കാര്യം, പ്രിസി റൈറ്റിംഗും ഒക്കെയാണ്. ഓക്കെ, ഒരെണ്ണം ഇംഗ്ലീഷ് ആണ്, ബാക്കി ഒരു റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ 7th ഷെഡ്യൂളിലുള്ള 22 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരെണ്ണം. നമ്മൾ മലയാളികളായതുകൊണ്ട് നോർമലി മലയാളം തന്നെയാണ്. ഇതും ക്വാളിഫൈ ആവാത്തവരുണ്ട് കേട്ടോ. ഇത് റിലേറ്റീവ്ലി എളുപ്പമാണ്, പക്ഷേ ഇതും ക്വാളിഫൈ ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. പക്ഷെ നിങ്ങളുടെ മാർക്കിൽ എഫക്ട് ചെയ്യില്ല. ഇനി GS ബാക്കി നോക്കിയാൽ 7 മെറിറ്റ് പേപ്പറുകളുണ്ട് നിങ്ങൾക്ക്. മെറിറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാർക്കാണ് നിങ്ങളുടെ ഫൈനൽ മാർക്കിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എസ്സേ ഉണ്ട്. എസ്സേയുടെ സിലബസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബാക്കി സബ്ജക്റ്റുകളിൽ എന്തൊക്കെ പഠിച്ചോ അതിൽ നിന്ന് എവിടെ നിന്ന് എന്ത് വരാം, എസ്സേയുടെ ക്വസ്റ്റ്യൻ വരാം. അപ്പം എസ്സേ പേപ്പർ കഴിഞ്ഞു, 250 മാർക്ക് 3 മണിക്കൂർ. പിന്നെ ജനറൽ സ്റ്റഡീസ് സബ്ജക്റ്റുകൾ 4 എണ്ണം ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് സിലബസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓരോ പേപ്പറിന് എത്ര മാർക്ക് വെച്ചാ 250 മാർക്കാവും. അപ്പൊ എത്രയാവും ഇത് ടോട്ടൽ? ഇവിടെ അത് 1000 ആവില്ലേ? ഇവിടെ 1000 മാർക്ക് ആയില്ലേ? 4 പേപ്പർ, ഇവിടെ 250 ആയി. പിന്നെ ഓപ്ഷണല് ഒറ്റ സബ്ജക്റ്റ് ആണ്, പക്ഷേ 2 പേപ്പർ ഉണ്ട്. അപ്പൊ 250 × 2 ഇവിടെ എത്രയാവും? ഇവിടെ 500 മാർക്സ് ആവും. ഓക്കെ, ക്ലിയർ? അപ്പൊ ടോട്ടൽ എത്ര മാർക്കിന്റെ പരീക്ഷയായി? 7 പേപ്പറൂടെ 1750. അതായത് SIക്ക് 250, പിന്നെ അതുപോലെ നിങ്ങളുടെ GS പേപ്പറുകൾക്ക് 250 വെച്ച് 1000, പിന്നെ ഓപ്ഷനിൽ 2 പേപ്പറിനോട് ചേർന്ന് 500. അപ്പൊ 1750 മാർക്കിലാണ് നിങ്ങളുടെ റിട്ടൺ എക്സാം. ഇത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഓക്കെ, കാരണം ഇതിന്റെ മാർക്ക് ഡിസൈഡ് ചെയ്യും നിങ്ങൾ കയറുമോ ഇല്ലയോ എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ ഇതിനകത്ത്. ഇനി ഇതാണ് നമ്മുടെ മെയിൻസിന്റെ സിലബസ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡീകോഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ജസ്റ്റ് വി ഹാവ് സെപ്പറേറ്റ് സിലബസ് ഡീകോഡ്. പിന്നെ ഇത് ഓരോ സബ്ജക്ട് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റികൾ അതേ സബ്ജക്റ്റിന്റെ ഫുള്ള് ഡീകോഡിംഗ് നടത്തും. ഓക്കെ, അപ്പം എസ്സേ ഉണ്ട്. GS 1 ഇന്ത്യൻ ഹെറിറ്റേജ്, ഹിസ്റ്ററി, സൊസൈറ്റി, ജോഗ്രഫി. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹിസ്റ്ററിയുടെ ആസ്പെക്റ്റുകൾ, വേൾഡ് ഹിസ്റ്ററിയും മോഡേൺ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം, സൊസൈറ്റിയും ജോഗ്രഫി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേപ്പർ. ആർട്ട് ആൻഡ് കൾച്ചറും ഇതിനകത്ത് വരുന്നത്. GS 2 എന്താ വരുന്നത്? പോളിറ്റിയും ഗവർണൻസും IR. നമ്മൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻസും പോളിറ്റിയും വരുന്ന പേപ്പർ. GS 3 എക്കണോമി, എൻവയോൺമെന്റും സയൻസ് ആൻഡ് ടെക്കും, ഇന്റേണൽ സെക്യൂരിറ്റി. ഇതാണ് GS 3 വരുന്നത്. 4 വരുന്നത് എത്തിക്സും ഇന്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡും. ഇത് ഞാൻ പറഞ്ഞു, സിവിൽ സർവന്റ് ശരിക്കും നാടിനെ സെർവ് ചെയ്യേണ്ടവരാണ്. പക്ഷെ അവർ സെർവ് ചെയ്യാതെ പലപ്പോഴും എന്ത് ചെയ്യും? അവർ കറപ്ഷനിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ തന്നെ കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ ഇന്റർവ്യൂ ബോർഡിനെ പറ്റിക്കാനാണ് ഞങ്ങളെ ഉള്ളവർ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഒരിക്കലും ഒരു കള്ളനാണോ നമ്മൾ ആരും പറയുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇത് ഓക്കെ ആണല്ലോ. ഇപ്പൊ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഇനിയും നമുക്കുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എന്താ ശ്രമിക്കുന്നത്? ശരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു ഇന്റർവ്യൂ അല്ല, ജോബിലേക്ക് എടുക്കുന്ന ഒരു ഇന്റർവ്യൂ അല്ല. ബേസിക്കലി എന്താ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്താണെന്നുള്ളത് അറിയാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺസ് എന്താണ്. ഒരു ഡിലേമ വരുന്ന സമയത്ത്, ഡിലേമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് 2-3 ചോയ്സ് ഉണ്ട്, ഏതാ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള 2 സാഹചര്യം വരും. ഒന്നുകിൽ ഇത് ചെയ്യാം, ഒന്നുകിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എടുക്കുന്ന എല്ലാ ആക്ഷനും കോൺസിക്വൻസ് ഉണ്ട്. ഒരു കളക്ടർ ആണെങ്കിൽ ചെയ്യുന്ന എല്ലാ ആക്ഷനും കോൺസിക്വൻസ് ഉണ്ട്. ഇറ്റ് ഇസ് എ വെരി റിസ്കി ജോബ്. അത്ര എളുപ്പ ജോബല്ല. യൂണിഫോം സർവീസ് ഇടുന്ന ആൾ കല്ലേറ് വരുന്നു, പെട്ടെന്ന് ഫയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളാണ് ഉത്തരവാദി. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്നുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ പറയണം. അപ്പൊ നിങ്ങളുടെ ബിഹേവിയറിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുകളും നിങ്ങളുടെ ബിഹേവിയറിനെയും ക്യാരക്ടറിനെയും ഒക്കെയാണ് ഇവിടെ അവർ മനസ്സിലാക്കുന്നത്. നോളജിനെ അളക്കുന്ന ഒരു ടെസ്റ്റ് അല്ല. നോളജ് അതിനകത്തൊരു ചെറിയ പാർട്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പം ഇതിന് എത്ര മാർക്കാ? 275 മാർക്ക്. അപ്പം 1750 റിട്ടേണും ഇന്റർവ്യൂവിലെ 275 കൂടെ ചേർന്ന് എത്രയാവും? 2025 മാർക്കിലാണ് നിങ്ങളുടെ മൊത്തം പരീക്ഷ. ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഫൈനലി നമ്മൾ നോക്കുന്ന കാര്യം. ഇപ്പൊ 2025 ഒരു 950 1000 ഒക്കെ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ ക്ലിയർ. 1000 അതിന്റെ പുറത്താണെങ്കിൽ ടോപ്പ് റാങ്കുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇന്റർവ്യൂവിൽ 0 കിട്ടിയാലോ? ചിലരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇന്റർവ്യൂ പാസ്സാവണമെന്ന്. ഇന്റർവ്യൂ പാസ്സാവുന്നുള്ള സംഭവമില്ല. 0 കിട്ടിയാലും തിയററ്റിക്കലി നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. നിങ്ങൾ റിട്ടേൺ 1000 മാർക്ക് മേടിച്ചെങ്കിൽ ഇന്റർവ്യൂ നിങ്ങളെ തടയാൻ പറ്റത്തില്ല. പക്ഷേ ആർക്കും റിട്ടേണിൽ മാത്രമായിട്ട് ഈ സ്കോർ കിട്ടില്ല. മനസ്സിലായി? അപ്പൊ ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് 100 ആയിപ്പോയി, അല്ലെങ്കിൽ 120 ആയിപ്പോയി. പക്ഷെ നിങ്ങൾ മറ്റേതിന് 850 900 മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവും.
പക്ഷെ ഇന്റർവ്യൂവിൽ എപ്പോഴും ഒരു എഡ്ജ് വരുന്ന സ്ഥലമാണ്. കാരണം ബാക്കി ചിലപ്പോൾ എല്ലാവരും ഒരു 800 മേടിച്ചെന്ന് വെച്ചോ, ഇവിടെ നിങ്ങൾക്ക് 160 ചിലർക്ക് കിട്ടി, ചിലർക്ക് 200 കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഇന്റർവ്യൂവിൽ കുറച്ചധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു എഡ്ജാ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഞാൻ മുമ്പോട്ട് പോകുമ്പോഴും പറഞ്ഞു തരും, എവറി മാർക്ക് മാറ്റേഴ്സ്. ചിലപ്പോൾ ഒരു 5 മാർക്ക് മാറി കഴിയുമ്പോൾ നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ 10 15 അടിയിലോട്ട് പോകും. മനസ്സിലായി? അപ്പൊ ഒരു മാർക്കിന് ചിലപ്പോൾ ഒരു സർവീസ് മാറിപ്പോകും. മനസ്സിലായി? അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്റർവ്യൂവിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജനറലി സിവിൽ സർവീസ് സിലബസ് കവർ ചെയ്തു. എന്തിന് ഈ സർവീസിലേക്ക് നമ്മൾ കയറാൻ ആഗ്രഹിക്കണം എന്നുള്ളതും കവർ ചെയ്തു. ഇനി ഈ ഒരു ആസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഞാൻ പറഞ്ഞ പോലെ ചില കുട്ടികൾ 2-3 മാസം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ബുക്ക് എങ്ങനെ വായിക്കണം, പല ചിന്തകളിലായിരിക്കും അവർ. ഈ ചിന്തകൾ നിങ്ങളുടെ ഒത്തിരി സമയം കൊണ്ടുപോകും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് നിങ്ങൾ അവസാനം പ്രിലിംസിന്റെ തലേന്ന് നിങ്ങൾ ട്രാപ്പ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഡൗട്ടുകളൊക്കെ ആദ്യം എടുത്ത് തലേന്ന് കളയണം. ഞാൻ കുറച്ച് നോർമലി കുട്ടികൾക്ക് വരുന്ന ഡൗട്ടുകളാണ് ഇത്. എനിക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ഞാനൊരു കരിയർ ഉള്ള ആളാണ്, UPSC പ്രിപ്പറേഷൻ ഒരു കരിയർ ഗ്യാപ്പ് ആവോ, പ്രശ്നമാവോ? ഒരു വാസ്റ്റ് സിലബസ് ഉണ്ട്, അതിനെ ഞാൻ എങ്ങനെ കവർ ചെയ്യും? ലാംഗ്വേജ് ബാരിയർ ഒരു പ്രശ്നമാവോ? എനിക്ക് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇത് പാസ്സാവാൻ പറ്റും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ കോച്ചിങ്ങിന് കയറുന്ന കുട്ടികളാണ്. പിന്നെ കോച്ചിങ് എന്തുകൊണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ഇത് മാത്രം ആയിരിക്കില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പം ആദ്യം കുട്ടികൾ ചിന്തിക്കുന്ന കാര്യം, ഈ പരീക്ഷ ഇത് ടഫാണോ ഇല്ലയോ? അപ്പൊ ചില ടീച്ചേഴ്സിന്റെ ഒരു ഞാൻ കണ്ടേക്കുന്നത് വെച്ചാൽ, മോനെ ഭയങ്കര എളുപ്പമാണ്, നിനക്ക് പറ്റും, മോട്ടിവേഷൻ കുത്തി നിറച്ച് കൊടുക്കും. പക്ഷെ റിയാലിറ്റി പറയുകയാണെങ്കിൽ ഈ എക്സാം എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല. എന്തിനാണ് കുട്ടികളെ ഫൂൾ ചെയ്യേണ്ട കാര്യം? ഇറ്റ് ഇസ് എ വെരി ടഫ് എക്സാം. ടഫാണ്, കാരണം ചിലർ ഇതിനെ വേൾഡ് സെക്കൻഡ് മോസ്റ്റ് ടഫസ്റ്റ് എക്സാം എന്ന് പറയും. അപ്പൊ പേടിക്കേണ്ടത് CA പോലെ അല്ല, ഇതിന്റെ കളി വേറെയാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എക്സാം ടഫാണ്, അതിനൊരു സംശയമില്ല. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, 3 സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ CGL ഒക്കെ ഉണ്ട് 3 സ്റ്റേജ്. പക്ഷെ 1.5 വർഷത്തെ സൈക്കിളാണ്. 15 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു, അതിനകത്ത് 4-5 ലക്ഷം പേര് എഴുതുന്നു. പിന്നെ 15,000 പേര് മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നു, 15,000 പേര് മെയിൻസ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് 3,000 പേര് ഇന്റർവ്യൂവിന് പോകുന്നു. അതിനകത്ത് 1,000 പേര് സെലക്ട് ആവുന്നു. അതിന് ആദ്യത്തെ 100-200 ആണെങ്കിൽ IAS IPS IFS. പിന്നെ റിസർവേഷൻ അനുസരിച്ച് മാറും. റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാറും. അപ്പൊ ടഫ് ആണെന്നുള്ളതിൽ ഡൗട്ട് വേണ്ട, ടഫാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അത് എങ്ങനെ നിങ്ങൾ എടുക്കണമെന്ന് അറിയാമോ? ടഫ് ആയതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിരിക്കും. എളുപ്പമായ കാര്യത്തിൽ നമ്മൾ ജീവിതത്തിൽ സീരിയസ് ആവാറില്ല. ടഫ് ആണെങ്കിൽ നമ്മൾ സീരിയസ് ആയിരിക്കും. നമ്മളിപ്പോൾ ചിലർക്ക് മാത്സ് പ്രശ്നമുള്ള കുട്ടികളുണ്ട്, അവർക്കറിയാം മാത്സ് മാത്രമേ ഞാൻ തോക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? എഫേർട്ട് എടുക്കും. ആ മൈൻഡ് സെറ്റിൽ ഇത് എടുക്കണം. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് വിഷനിൽ കാണാൻ പറ്റണം. അപ്പൊ എക്സാം ടഫാണ് നമുക്ക്, പക്ഷെ ഇതാ നമ്മുടെ ചോദ്യം. ദ റിയൽ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾക്ക് പറ്റുമല്ലോ? ഇത് ഞാൻ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം, പേഴ്സണലി ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത്, എന്നാ പിന്നെ സാറിന് കിട്ടിക്കൂടെ? അത് എന്തുകൊണ്ട് കിട്ടിയില്ലെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് വന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും, ഇങ്ങനൊരു ക്ലാസ് എനിക്ക് അന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല. സിലബസ് ഡിസ്കസ് ചെയ്ത് തരും, ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഗൈഡൻസ് ഉണ്ടാവില്ല. ഓക്കെ, പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ തന്നെ 10th ക്വാളിഫൈ ചെയ്യാത്തവർ കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 10th പാസ്സാകാത്തവരും ഈ പരീക്ഷ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇപ്പം DUലോ അല്ലെങ്കിൽ JNUലോ ഒക്കെ പഠിച്ചവർക്ക് ഇത് പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ വിട്ട് കളയുക. കാരണം അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, പേഴ്സണലി ഞാൻ പറയുന്നത് വെച്ചാൽ, ഈവൻ വെൻ ഐ ഗേവ് ദ എക്സാം, ആ സമയത്തും IITiansഉം IIMകാരും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പലരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തില്ല. പ്രിലിംസ് അവർ ക്രാക്ക് ചെയ്തിട്ടില്ല, ക്രാക്ക് ചെയ്തവരും ഉണ്ട്. അപ്പൊ അങ്ങനെ IITയിലും IIMസിലും ഉള്ളവർ കൂടുതൽ ബുദ്ധിമാന്മാരായിരുന്നെങ്കിൽ ഞാൻ നോർമൽ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ പ്രിലിംസ് ക്രാക്ക് ചെയ്തപ്പോൾ അവരും ക്രാക്ക് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ ഇല്ല. ഓക്കെ, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ യു സ്റ്റഡി. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഇനിയും പറയും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, ദിസ് എക്സാം ഇവിടെ തന്നെ അങ്ങ് പറഞ്ഞു പോകാം. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് യുവർ നോളജ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നോളജ് വേണം, അറിവ് വേണം, നോളജ് വേണം നമുക്ക്. ഇറ്റ് ഇസ് മോർ അബൌട്ട് യുവർ വിസ്ഡം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് അറിവ് പറഞ്ഞ ജ്ഞാനമാണ്. അത് നോളജ് എന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് കുറെ വായിച്ചാൽ നിങ്ങൾക്ക് നോളജ് കിട്ടും. വിസ്ഡം ആ നോളജ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അതാണ് ഈ എക്സാം. ഇറ്റ് ഇസ് ഓൾവേസ് അബൌട്ട് ഹൗ യു സ്റ്റഡി. എങ്ങനെ നിങ്ങൾ പഠിക്കുന്നു. കാരണം എന്താ, നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പരസ്യം കണ്ടിട്ടുണ്ടാവും, ഞാനും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ കുട്ടികളുണ്ട് അവിടെ, എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരേ ടീച്ചറാണ്, എല്ലാവരും വായിക്കുന്ന ഒരേ പുസ്തകമാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്നായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ചിലർ ക്രാക്ക് ചെയ്യും.
അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കരുത് അവർക്ക് ബുദ്ധി കൂടിയതായത് കൊണ്ട് മാത്രമാണ്, അങ്ങനല്ല. ചിലരുണ്ട് ഇന്റലക്ച്വലി, ഇപ്പം ചിലർ 6 മാസം കൊണ്ട് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തു. അത് അത്ഭുത ജീവികളാണ്, അവരെ വിട്ടേക്കുക. വളരെ മൈനോറിറ്റിയിൽ അവരുണ്ട്. ഓക്കെ, അതായത് മറ്റേ എന്തിനും റോബോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ വായിക്കുന്നവരുണ്ട്, അവരെ വിടുക, അവർ മൈനോറിറ്റിയാണ്. അല്ലാത്ത എല്ലാവർക്കും ഇത് ഈക്വൽ പാരലൻസിലാണ് ഈ പരീക്ഷ. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ഹൗ യു സ്റ്റഡി, അവിടാണ് നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സും കിട്ടുന്ന ക്ലാസ്സും നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് എപ്പോഴും മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, അപ്പം ഇനി തൊട്ട് ഇങ്ങനെ ഒരു ഡൗട്ട് പാടില്ല, എനിക്കിത് പറ്റൂല്ലെന്ന്. പറ്റും. ആ കോൺഫിഡൻസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓരോ മാർക്കിന്റെ പ്രാധാന്യം. ഇനി ലാംഗ്വേജ് ബാരിയർ ഞാൻ ബോർഡിലൊന്നും നോക്കുന്നില്ല. ചിലരുടെ ചിന്താഗതി എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതൽ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിന് സ്കില്ലുള്ള ആൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലാംഗ്വേജ് ഒരെണ്ണം ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഓർത്തഡോക്സ് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. ലാംഗ്വേജ് എന്തിനു വേണ്ടിയാ? ബേസിക്കലി ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഓക്കെ, നിങ്ങൾ പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ക്ലാരിറ്റിയിൽ കിട്ടണം. അത് മതി ഈ പരീക്ഷയ്ക്ക്. സിമ്പിൾ ആയിട്ട് എഴുതുക. നിങ്ങൾ കൺവേ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന കാര്യം കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ വലിയ വലിയ ഗ്രാമർ മിസ്റ്റേക്സുകൾ ഉണ്ടാക്കാതിരിക്കുക, ഭീകരമായതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു നോർമൽ ഇംഗ്ലീഷ്. പിന്നെ ചിലർ പറയും ഞാൻ റീജിയണൽ ലാംഗ്വേജിൽ എഴുതിക്കോട്ടെ സാർ, എനിക്ക് മലയാളത്തിൽ എഴുതിക്കൂടെ. അങ്ങനെ എഴുതുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എന്താ, ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ. കാരണം എന്താണെന്നറിയോ, ഇംഗ്ലീഷ് ഒരു സ്കില്ലാണ്. ഓക്കെ, കാരണം ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ ചിലർ ഹിന്ദി പഠിക്കുന്നതിനോട് എതിരാണ്. ഞാൻ പറയും ഹിന്ദി പഠിക്കാൻ പറയും. കാരണം എന്താ, നോർത്തിൽ ചെല്ലുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ നോർത്തിൽ ഒത്തിരി താമസിച്ചിട്ടുള്ള ആളാണ്. ഹിന്ദി ഒരു ആയുധമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ആയുധം നിങ്ങൾ എന്തിനാ കളയുന്നത്? ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. അപ്പം ഇംഗ്ലീഷ് നമുക്ക് മര്യാദയ്ക്ക് പഠിച്ചെടുക്കാം. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ തരാം. അതായത് നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇംഗ്ലീഷ് ഡിക്ഷണറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഓബ്വിയസ്ലി നിങ്ങൾ ഹിന്ദു പേപ്പറൊക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പം ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതും ഞാൻ പറഞ്ഞതുപോലെ എന്താ, നോർമൽ ഇംഗ്ലീഷ് മതി. യു ഡോണ്ട് നീഡ് ഓർത്തഡോക്സ് ഇംഗ്ലീഷ്. ഇനി കോച്ചിങ് എന്തിനാന്ന് പറയാമോ? വൈ തന്നെ അങ്ങ് പഠിച്ചാൽ പോരെ എന്നുള്ളത് എന്തുകൊണ്ടാ? നിങ്ങൾ കോച്ചിങ്ങിന് വന്ന ആൾക്കാരല്ലേ. ഇപ്പൊ എന്നോട് ചിലർ ചോദിക്കുന്നത്, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാനും ചിലപ്പോൾ 2 ദിശയെ സഞ്ചരിക്കാറുള്ള ചിലർ പറയും സാറേ കോച്ചിങ് വേണോന്നങ്ങ് നിർബന്ധിക്കാൻ പറയും. ഞാൻ അവരോട് പറയുന്നത്, സത്യം പറയുമ്പോൾ എന്താ, കോച്ചിങ് ഇല്ലാതെ പറ്റും, പക്ഷെ എന്നാലും ഞാൻ കോച്ചിങ് സജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ എന്തിനാ കോച്ചിങ്ങിന് വന്ന? വാട്ട് ഇസ് ദ റീസൺ? എക്സാമിലേക്ക് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ മതി, ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും. കൺഫ്യൂഷൻ വരും. ഓക്കെ, ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ കോച്ചിങ്ങിൽ വന്നാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്ട്രക്ചേർഡ് ഗൈഡൻസ് ആൻഡ് എക്സ്പേർട്ട് മെന്റർഷിപ്പ്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഹിസ്റ്ററിയിൽ ഒരു ഡൗട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോൾ ChatGPT ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കാലത്ത് ഒരു GPT ഇല്ല, പേപ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തന്നെ കുറെ കഷ്ടപ്പെടും. ഓക്കെ, സമയമെടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ശരിയാണോ എന്ന് ഉറപ്പില്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡായത്. പിന്നെ യൂട്യൂബിൽ എല്ലാം കിടപ്പുണ്ട്, പക്ഷെ 1000 ചാനലിൽ പല പല കാര്യങ്ങൾ. നിങ്ങൾ ഒരു ചാനലിൽ ഇത് കണ്ടന്റ് നല്ലതായിരിക്കും, വേറെ ചാനലിൽ വേറെ കണ്ടന്റ് നല്ലതായിരിക്കും. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, രാവിലെ നിങ്ങൾ ക്ലാസ്സിൽ വരും, എന്തായാലും ക്ലാസ് കേൾക്കും, അത് ഉറപ്പാണ്. ആ ഒരു ലൂപ്പിൽ നിങ്ങൾ പെടും. മോർണിംഗിൽ വരുന്നു, സബ്ജക്ട്സ് ഇവിടെ ഫുള്ള് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് കവർ ചെയ്യും. അതൊരു സൈക്കിൾ, അതിനകത്തേക്ക് നിങ്ങൾ പോകും. തന്നെ പഠിക്കാനാണെങ്കിൽ ഇന്ന് എനിക്ക് മൂടില്ല, ഓക്കെ നാളെ പഠിച്ചേക്കാന്ന് വിചാരിക്കും. ഇത് ആ സിസ്റ്റത്തിൽ കയറി പറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചുറ്റും കുറേ കുട്ടികൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് തോന്നും, ഓ അവനും പഠിക്കുന്നുണ്ടെന്നാൽ പിന്നെ എനിക്കും പഠിക്കണം. ആ പിയർ ടു പിയർ കോമ്പറ്റീഷൻ വരും. ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ, കേരളത്തിൽ നിന്ന് ഒത്തിരി റിസൾട്ട് വന്നു തുടങ്ങി. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അത്ര ഇല്ല. അപ്പം അന്ന് UP, ബീഹാർ ആ ബെൽറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ പിള്ളേർക്കുണ്ട്. കാരണം ഈ പിയർ സ്റ്റഡിയാണ്. ഇപ്പം മലയാളി കുട്ടികൾ ഒരുമിച്ചിരിക്കും, നമ്മൾ ഒട്ടും മോശമല്ല. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് നമ്മൾ നല്ലോണം പഠിക്കുന്നു, നമ്മൾ ക്രാക്ക് ചെയ്യുന്നു. അപ്പം ഈ സ്ട്രക്ചേർഡ് ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്പേർട്സിന്റെ ഒരു മെന്റർഷിപ്പ്. കാരണം ഈ ഒരു സ്റ്റേജുകളിലൂടെ പലതിലൂടെ പോയവരായിരിക്കും ഈ മെന്റേഴ്സായിട്ട് നിങ്ങൾക്ക് വരിക. അപ്പോൾ അവർ നിങ്ങളെ പ്രോപ്പർലി ഗൈഡ് ചെയ്യും. എങ്ങോട്ട് പോകണം, ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ എന്ന് കറക്റ്റ് പറഞ്ഞു തരും. കോച്ചിങ് ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഒരാളോട് എക്സ്പെർട്ട് അഡ്വൈസ് ചോദിക്കും. ആ പറയുന്ന ആൾ ശരിയല്ല പറഞ്ഞെങ്കിൽ നിങ്ങളും അയാളോട് കുഴി ചാടും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡോൺസ് എന്താണ്? ഒന്ന്, ഈ ലോ മോട്ടിവേഷൻ. മനുഷ്യനായതുകൊണ്ട് നമുക്കെല്ലാം മോട്ടിവേഷൻ ഇഷ്യൂസ് വരും. അത് കോമൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. മോട്ടിവേഷൻ കുറയുമ്പോൾ
ഒന്ന് നിങ്ങൾക്ക് പാരൻസിനോട് സംസാരിക്കാം, മെന്ററിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ വിക്രമാദിത്യനെ എടുത്തു വെച്ച് കാണാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂസ്. പല സാഹചര്യത്തിൽ നിന്ന് ടോപ്പേഴ്സ് ആയവരുണ്ട്. ഇപ്പൊ കൂലിപ്പണി ചെയ്തിട്ട് ടോപ്പർ ആയവരുണ്ട്, വൃക്ഷാപുള്ളേഴ്സ് ആയിട്ട് നടന്ന് ടോപ്പർ ആയവരുണ്ട്, എക്സാംസ് പലതും തോറ്റിട്ട് ടോപ്പർ ആയവരുണ്ട്. അങ്ങനെ പല സാഹചര്യം, രോഗങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് പഠിച്ച് ടോപ്പർ ആയവരുണ്ട്. മോട്ടിവേറ്റ് ചെയ്യും നിങ്ങളവർ. ഓക്കെ. പിന്നെ മെന്റൽ ബ്ലോക്ക് എപ്പോഴും ഒരു മനുഷ്യന് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അതായത് ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് എന്നൊരു കോൺസെപ്റ്റാണ്, തിയോളജിക്കൽ കോൺസെപ്റ്റാണ്. നമ്മൾ അതിന് ബ്ലാങ്ക് എന്ന് പറയും, ബ്ലാങ്ക് ആയി പോവാന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു ഫീലിംഗും ഇല്ല, നമുക്ക് പഠിക്കാനും പറ്റുന്നില്ല, ബ്ലാങ്ക് ആണ്, നമ്മൾ പുസ്തകം തുടങ്ങിയാലും പഠിക്കില്ല. ഈ മരുഭൂമി അനുഭവം മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് എല്ലാ കുട്ടികൾക്കും വരും. അതായത് ചില കുട്ടികൾക്ക് അത് 3 ദിവസം നീണ്ടിരിക്കും, ചിലർക്ക് 7 ദിവസം, ചിലർക്ക് 21 ദിവസം, ചിലർക്ക് 3 മാസം. അതെന്താണെന്ന് വെച്ചാൽ പഠിച്ച് നിങ്ങളുടെ തല സ്തംഭിക്കും ഒരു പീരീഡ് ആകുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ തോന്നില്ല. അതിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെറ്ററൻസിനോട് ചോദിച്ചോ, ഇപ്പൊ പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ടല്ലോ, അവരോട് ചോദിച്ചോ, അവർ പറഞ്ഞു തരും. ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ഇനി വയ്യെന്നുള്ള ഫീലിംഗ് വരും. എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ പാസ്സാവാനുള്ള പൊട്ടൻഷ്യൽ കൂടും. കാരണം ഒരു ദിവസം 2 ദിവസം നിങ്ങൾക്ക് തോന്നി, 2 ദിവസം നിങ്ങൾ പഠിച്ചില്ല, പോട്ടെ, 3-ാമത്തെ ദിവസം തിരിച്ചു വന്ന് പിന്നെ തുടങ്ങാൻ പറ്റണം. ഈ ഒരു ഫീലിംഗ് നിങ്ങൾ ഒരു 3 ആഴ്ച 1 മാസത്തേക്ക് കൊണ്ടുപോയാൽ ആ 1 മാസം പോയി, പിന്നെ കിട്ടില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ലോ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഫൈൻഡ് യുവർ മെത്തേഡ്, യു ക്യാൻ ടോക്ക് ടു യുവർ മെന്റർ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് സീനിയേഴ്സ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെ പരിചയം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക, പാരൻസുമായിട്ട് സംസാരിക്കുക. പിന്നെ ഇതാണ് ഒരു വലിയ പ്രശ്നം, റോങ് ഓർ മൾട്ടിപ്പിൾ ഗൈഡൻസ്. ഞാനൊക്കെ ഡൽഹി പഠിച്ചല്ലേ, അപ്പൊ അവിടെ ബുക്ക് സ്റ്റോളിൽ ഇരിക്കുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാർക്ക് UPSC പറ്റി നല്ലോണം അറിയാം. കാരണം 10-20 വർഷമായിട്ട് ഇത് ബുക്ക് വിറ്റ് അവരോട് ചോദിച്ചാൽ എല്ലാ സബ്ജക്ട് മോനെ ഈ ബുക്കാണല്ലോ, ആ ബുക്കാണ് നല്ലത്, അവരത് പറയും. സബ്ജക്റ്റ് അറിയാം, പക്ഷെ അവരുടെ ഗൈഡൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ചിലരുണ്ട് ബുക്ക് സ്റ്റോളിൽ ഇരിക്കുന്ന ചിലർ UPSC പൊട്ടിയവരായിരിക്കും, ചിലപ്പോൾ ഒരു പ്രിലിംസ് പോലും കടന്നിട്ടില്ലാത്തവരായിരിക്കും. അവരും നമുക്ക് ഗൈഡൻസ് തരും. തെറ്റായ ഗൈഡൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കരുത്. പിന്നെ മൾട്ടിപ്പിൾ ഗൈഡൻസ്, ഇതാണ് ഏറ്റവും വലിയ അപകടം. അത് നമ്മളിപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ, ഒരു കുഴപ്പമില്ലാത്തൊരു ഡോക്ടറാണെന്ന് വെച്ചോ, ആ ഡോക്ടർ തരുന്ന മരുന്നല്ലേ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഒരു ദിവസം ഹോമിയോ പോയി, ഹോമിയോയുടെ കൂടെ കുറച്ച് ആയുർവേദം ഒഴിച്ച് കുറച്ച് ഹോമിയോ കൂടെ ഒഴിച്ച് എല്ലാം കൂടെ കുടിക്കുമോ? കുടിച്ചാൽ തീർന്നു പോകും. അതുപോലെയാണ് ഇതും. മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് പോയി മൾട്ടിപ്പിൾ ഗൈഡൻസ് എടുക്കാതിരിക്കും. ഒരു ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു മെൻഡർ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യും. ഇനി ആ മെൻഡർ വാ തുറന്നാൽ ഫുള്ള് പൊട്ടത്തരാണ് പറയുന്നതെങ്കിൽ ട്രസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ലോജിക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലേ. അപ്പം ആ മെൻഡർ ലോജിക്കലായ കാര്യങ്ങൾ വിത്ത് ഫാക്ച്വൽ എവിഡൻസ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഫോളോ ഹിം. ചില കുട്ടികളെന്ന് വെച്ചാൽ ഇന്നൊരു മെൻഡറിന്റെ അടുത്ത് പോകും, ഈ മെൻഡറല്ല ആ മെൻഡറിനെ നിന്ന് പുതിയത് എന്തെങ്കിലും കിട്ടും, അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് വേറൊരു മെൻഡറിന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടും, അങ്ങോട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. ഈ ചില കുട്ടികളുണ്ട് UPSC സർക്കിൾസിൽ ഇവരെ വാണ്ടറേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അത് ഈ കോച്ചിങ് ക്ലാസ്സിൽ പോയി ഒരു 3 മാസം പഠിച്ചിട്ട് വേണ്ട, എനിക്കിത് ശരിയാവുന്നില്ല, അടുത്ത കോച്ചിങ് പോകും. അത് കഴിഞ്ഞ് 3 മാസം അവിടെ കറങ്ങിയിട്ട് വേറെ കോച്ചിങ് പോകും. ഇവരൊരു 6-7 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടാവും, പക്ഷെ ഇവരാരും എന്ത് ചെയ്യുന്നില്ല, പാസ്സാവില്ല. കാരണം ഇവരുടെ മനസ്സ് എപ്പോഴും ബെറ്റർ എവിടെ കിട്ടുമെന്നുള്ളൊരു ചിന്തയില്ല. ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുന്ന പിള്ളേരാണ് പാസ്സാവുന്നത്. ഈ ടോപ്പേഴ്സ് പോയിട്ടുണ്ടോ, അപ്പൊ ടെസ്റ്റ് സീരീസ് ഒരു സ്ഥലത്ത് നല്ലതാണെങ്കിൽ പോവാം. പക്ഷെ ഇവരങ്ങനല്ല. ഇവർക്കൊരു എന്താ പറയാ, ഇത് പോരെന്നുള്ളൊരു ഫീലിംഗ് കാരണം ദേ വിൽ കീപ് ഓൺ വാണ്ടറിങ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മെന്ററിനെ ട്രസ്റ്റ് ചെയ്യുക, പ്രോപ്പർ ഒരു പ്ലാൻ ഉണ്ടാക്കുക, അത് എക്സിക്യൂട്ട് ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോകും. ബാക്കി എല്ലാം ഓക്കെ ആയിക്കോളും. പിന്നെ ഈ ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയും നിങ്ങളുടെ സമയമല്ല ദൈവത്തിന് സമയം. നിങ്ങൾക്ക് അത് ദൈവം എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ സമയം എന്ന് പേര് കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ ആൻസേഴ്സ്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന സമയത്തിന് നടക്കണമെന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ പാർട്ട് എന്തായിരിക്കണം, 100% നമ്മൾ ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് വി ക്യാൻ ഡു, അല്ലേ? നമ്മുടെ ഭാഗം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണം. കൂടുതൽ ആലോചിച്ച് മൾട്ടിപ്പിൾ അഡ്വൈസ് തേടി വാണ്ടർ ചെയ്ത് നടക്കരുത്. ഇപ്പൊ സാർ ഒരു ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു, വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിപ്പിച്ചെന്ന് വെച്ചോ, പിന്നെ നിങ്ങളൊരു 4-5 യൂട്യൂബ് ചാനൽ എടുത്ത് ഒരു 5 ദിവസത്തിൽ കളഞ്ഞാൽ ടീച്ചറിനെ അല്ല നിങ്ങളെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്. കാരണം ആവശ്യമില്ല അത്, മനസ്സിലായി? ഇനി പ്രൊക്രാസ്റ്റിനേഷൻ അഗൈൻ ഈ കാര്യത്തിലൊക്കെയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റി വെക്കുന്ന സ്വഭാവം വളരെ പാടാണ്. കാരണം നിങ്ങളുടെ സാധാരണ ഡിഗ്രി പരീക്ഷ പോലെ മാറ്റി വെച്ചാൽ ഇവിടെ പണി കിട്ടും. കാരണം സിലബസ് ഭയങ്കര ഭീകരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ബേർഡൻ ഇങ്ങനെ കൂട്ടി ഒരിക്കലും നമ്മൾ കൊണ്ടുവരാം. പ്രൊക്രാസ്റ്റിനേഷൻ വന്നാലും സെയിം തിങ്, ഒന്നുകിൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാറി എന്ന് നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് എനർജൈസ് ചെയ്യുക. മെൻറ്ററോട് സംസാരിക്കുക. മെൻറ്ററോട് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില കുട്ടികൾക്ക് വേറൊരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ അത് ക്ലിയർ ആവുന്നവരുടെ തലയിൽ ഒന്നും കയറില്ല. അങ്ങനെ ഉണ്ടെങ്കിലും തന്നെ ആ ഡൗട്ട് സോൾവ് ചെയ്യാൻ നോക്കാതെ, പെട്ടെന്ന് പറ്റുന്നില്ലെങ്കിൽ അപ്രോച്ച് യുവർ ഫാക്കൽറ്റി, പെട്ടെന്ന് അവരത് തീർത്ത് തരും. ഓക്കെ. പ്രൊക്രാസ്റ്റിനേഷന് ഇറ്റ്സ് എ നോർമൽ ഹ്യൂമൻ തിങ്, ബട്ട് നമ്മുടെ പരീക്ഷയിൽ ദിസ് ഇസ് എ ഡേഞ്ചർ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതൊരു ഓവർവ്യൂ ആണ് ഞാൻ തന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ യു കൻ ആസ്ക്.